الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد عباد الله أوصيكم ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار അല്ലാഹുവിൻ്റെ സത്യവിശ്വാസികളായ അടിമകളെ, തഖ്വയുള്ളവരായി ജീവിക്കുകയും അതുവഴി ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു പൊരുത്തപ്പെടുന്ന ജീവിതം സമ്പാദിക്കുകയും ചെയ്യണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരിൽ നിന്ന് തിരഞ്ഞെടുത്തവർക്ക് നൽകുന്ന ഹിദായത്ത്, ആ ഹിദായത്ത് ഒരാൾക്ക് നൽകിക്കഴിഞ്ഞാൽ അയാളെ മനസ്സിനെ പിന്നെ അല്ലാഹു തആല ഷഹാദത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഹിദായത്ത് കിട്ടിയാൽ പിന്നെ ഒരു മിനിറ്റ് കാത്തിരിക്കാൻ കഴിയില്ല. അത് പാരമ്പര്യക്കാരായാലും ശരി, മറ്റ് മതക്കാരായാലും ശരി, അല്ലാഹു ഹിദായത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, ഹിദായത്ത് നൽകാൻ യഹ്ദി മൻ യശാ വ യുളില്ലു മൻ യശാ, അള്ളാൻ്റെ തീരുമാനമനുസരിച്ചാണ് ഹിദായത്തും ദലാലത്തും നടക്കുക. നാം പറഞ്ഞല്ലോ, അതിൽ ഇടപെടാൻ ആരെ കൊണ്ടും പറ്റുകയില്ല. ഒരു നബിക്ക് അക്കാര്യത്തിൽ ഇടപെടാൻ പറ്റുകയില്ല, ഒരു റസൂലിന് ഇടപെടാൻ പറ്റുകയില്ല, ഒരു വലിയിനോ ഷെയ്ഖിനോ ഇടപെടാൻ പറ്റുകയില്ല, ഒരു ജിന്നിനോ മലക്കിനോ ഇടപെടാൻ പറ്റുകയില്ല ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കുന്ന കാര്യത്തിൽ. അത് അള്ളാഹുവും അടിമയും തമ്മിലുള്ള സ്വകാര്യ ഏർപ്പാടാണ്. അതിൻ്റെ ഇടയിൽ വേറെ ഒന്നുമില്ല. ഈ രീതി ഹിദായത്ത് നാം പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹിദായത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ സാധാരണ കേൾക്കുന്ന വാക്കാണ് ഹിദായത്ത്. ഹിദായത്തിലാക്കാൻ ദുആ ചെയ്യണമെന്ന് പറയാറില്ലേ? എന്താണ് ഹിദായത്ത്? എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ, എന്ത് പ്രശ്നമായാലും ദൈനംദിന ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ആ പ്രശ്നം ഞാൻ എൻ്റെ അള്ളാഹുവിനെ മാത്രമേ അറിയിക്കുകയുള്ളൂ, മറ്റൊരാളെയും, ഒരു ജീവിച്ചിരിക്കുന്ന ആളെ അറിയിക്കുന്ന പ്രശ്നമില്ല. ഒരു മരിച്ചുപോയ ആളെ ഞാൻ ആ വിഷയം അറിയിക്കുകയില്ല. ഒരു ജിന്നിനെയോ മലക്കിനെയോ ഞാൻ എൻ്റെ ആ വിഷയം, അത് എൻ്റെ അള്ളാഹ് മാത്രം അറിഞ്ഞാൽ മതി. കാരണം എൻ്റെ ഉടമ അള്ളാഹുവാണ്, ഞാനായ അള്ളാഹിൻ്റെ അടിമയുമാണ്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ആവശ്യങ്ങൾ വേറൊരാളോട് പറയുന്നതിൽ കാര്യമില്ല എന്ന മാനസികാവസ്ഥ ആർക്ക് കിട്ടുന്നോ അവനിക്കാണ് ഹിദായത്ത് കിട്ടിയത്. അവരെ സംബന്ധിച്ചാണ് ഹിദായത്ത് കിട്ടിയ ആൾ എന്ന് നാം പറയുന്നത്. അതാണ് ഹിദായത്ത്. അള്ളാഹുവിനെ മാത്രം അംഗീകരിക്കാനുള്ളൊരു മാനസിക അവസ്ഥ ആർക്ക് കിട്ടുന്നോ അവൻ ഹിദായത്തിലാണ്. ഓൻ എത്ര വലിയ നിസ്കാരക്കാരനോ നോമ്പുകാരനോ ജക്കാത്തുകാരനോ ഹാജിയോ
മിസ്കീൻഖാനക്കാരനോ യത്തീംഖാനക്കാരനോ എന്തോ ആയാലും ശരി, പ്രശ്നങ്ങൾ വരുമ്പോൾ ഇതേപോലെ ആ പ്രശ്നം അള്ളാഹുവിനെ അറിയിക്കുന്നതിനോടൊപ്പം അള്ളാഹു അല്ലാത്ത മറ്റാരെയെങ്കിലും എന്തിനെയെങ്കിലും അറിയിക്കുക എന്നുള്ള മാനസികാവസ്ഥ ഉണ്ടെങ്കിൽ അവൻ ലലാലത്തിലാണ്. ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ അപകടത്തിലാണ്, അവൻ നരകത്തിലേക്കുള്ള വഴിയിലാണ്. എത്ര നല്ല നിസ്കാരക്കാരനായാലും ശരി, എത്ര നല്ല നോമ്പുകാരനായാലും ശരി, എത്ര നന്നായി എത്രയോ ഹജ്ജ് ചെയ്ത ആളായാലും ശരി, ലക്ഷങ്ങൾ സക്കാത്ത് വാരിക്കോരി കൊടുക്കുന്ന ആളായാലും ശരി, മാനസികാവസ്ഥ ഇതാണ് എങ്കിൽ വല്ലാഹി ഇതൊന്നും നാളെ ആഖിറത്തിൽ ഒരു കൊതുകിൻ്റെ ചിറകോളം തൂങ്ങുകയില്ല. അല്ലാഹു കാക്കട്ടെ. നാം മനസ്സിലാക്കേണ്ടത് നമ്മളെ സംബന്ധിച്ചാണ്. ഓരോരുത്തരും അവരവരുടെ നെഞ്ചത്ത് കൈവച്ചിട്ട് ചോദിക്കണം, ഞാൻ എങ്ങനെയാണ്. മറ്റുള്ളവർക്ക് സ്കാൻ ചെയ്യാൻ പറ്റുന്ന കേസല്ല അത്, ലാബിൽ കൊണ്ടുപോയിട്ട് പരിശോധിക്കാൻ പറ്റുന്ന കേസും അല്ല അത്. എന്നെപ്പറ്റി ഞാൻ മറ്റൊരാളെ പറ്റി എനിക്ക് പറയാണ്, ഞാനൊരാളെ സംബന്ധിച്ച് കാണുന്നു, അയാൾ നല്ല നിസ്കാരക്കാരൻ, നല്ല നോമ്പുകാരൻ, നല്ല സക്കാത്ത്, നല്ല ഹജ്ജ്, അയാൾ ഇഷ്ടംപോലെ മിസ്കീൻ ഖാനിയും യത്തീം ഖാനിയും മസാഫർ ഖാനിയും നടത്തുന്ന ആളാണ്, ഭിക്ഷകൾ വാരിക്കോരി കൊടുക്കുന്ന ആൾ. പിന്നെ അയാൾ ഹിദായത്തിലില്ലെങ്കിൽ പിന്നെ എന്താ? ശരിയാണ്, നമുക്ക് ബാഹ്യമായിട്ട് മാത്രമേ ഒരാളെ പറ്റി തീരുമാനം പറയാൻ പറ്റുകയുള്ളൂ. അയാളെ ഉള്ളിൻ്റെ ഉള്ളിലെ കാര്യം നമുക്ക് സ്കാൻ ചെയ്ത് അതിൻ്റെ തജസ്സുസ് ഉള്ളിൻ്റെ ഉള്ളിൽ കുത്തിയെടുക്കേണ്ട ഉത്തരവാദിത്വമൊന്നും നമുക്കില്ല. നഹ്നു നഹ്കുമു ബില്ലവാഹിർ വല്ലാഹു യതവല്ല സറായിർ. നഹ്നു നഹ്കുമു ബില്ലവാഹിർ, ഒരു മനുഷ്യൻ്റെ ബാഹ്യാവസ്ഥ കണ്ടിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുക. വല്ലാഹു യതവല്ല സറായിർ, രഹസ്യമൊക്കെ അള്ളാഹുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഒരാൾ ഹിദായത്തിലല്ല ആണ് എന്ന് തീരുമാനിക്കാൻ അയാളെ അമലാണ് നമുക്ക് കാര്യമാകുന്നത്. വളരെ കൃത്യമായി നിസ്കരിക്കുന്ന ആളാണ്, നോമ്പ് വെക്കുന്ന ആളാണ്, സക്കാത്ത് കൊടുക്കുന്ന ആളാണ്, ഒക്കെയാണ്. പക്ഷേ അയാൾ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ദർഗയിലേക്ക് പോകുന്ന ആളാണ്, ജാറത്തിലേക്ക് പോകുന്ന ആളാണ്. വല്ലാഹി അയാൾ ഹിദായത്തിലല്ല, അയാൾ ദലാലത്തിലാണ്. അയാൾ പ്രവർത്തിച്ച് തെളിയിച്ചു അത് ദലാലത്തിലാണെന്നുള്ള കാര്യം. അതേ അവസരത്തിൽ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, വലിയ അഡ്ജസ്റ്റ് ചെയ്ത് ഫർള് നിസ്കരിക്കും, ഫർള് നോമ്പും നോക്കും, സുന്നത്തോടൊന്നും വലിയ താല്പര്യമില്ല. അങ്ങനെ ഒരു വസത്തിൻ്റെ ഒരു മാധ്യമ നില സ്വീകരിക്കുന്ന ഒരാളാണ്. പക്ഷേ അയാൾ അവിടെ പ്രശ്നപരിഹാരത്തിന് അള്ളാഹനല്ലാതെ വേറെ ആരെയും സമീപിക്കുകയില്ല. വേറെ ഒരാളുടെ മനസ്സിലേക്ക് വരും, ആരെങ്കിലും പോയി ഉപദേശിച്ചാലും എനിക്കെൻ്റെ കാര്യം അള്ളാഹിനോട് പറയാൻ അറിയാം, എനിക്കെൻ്റെ അള്ളാഹ് മതി എന്നാണ് അയാളെ മറുപടിയെങ്കിൽ വല്ലാഹി അയാൾ സ്വർഗത്തിലേക്ക് പോകാൻ പാകത്തിലുള്ള ഹിദായത്തിലാണ്. ഇനി അതിനേക്കാൾ കൂടുതൽ വിശദീകരിച്ചിട്ട് മനസ്സിലാക്കി തരാൻ എന്നെ കൊണ്ട് പറ്റൂല. അതുകൊണ്ട് നാം ഹിദായത്ത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ തീരുമാനം എടുക്കണം. ഞാൻ എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങളെപ്പറ്റി ഞാനും സർട്ടിഫൈ ചെയ്യേണ്ട, എന്നെപ്പറ്റി നിങ്ങളും സർട്ടിഫൈ ചെയ്യേണ്ട. ഈ വിഷയത്തിൽ ഓരോരുത്തരും അവരവരുടെ മനസ്സിന് തീരുമാനം എടുക്കുക. അങ്ങനെ ഹിദായത്ത് അല്ലാഹു തആല ഒരു വ്യക്തിക്ക് നൽകാൻ തീരുമാനിച്ചാൽ, അത് ഖത്താബിൻ്റെ മകൻ ഉമറായാലും ശരി, പണ്ടെന്താണെന്ന് അള്ളാഹ്ക്ക് അറിയണ്ട. ഹംസ റളിയല്ലാഹു അൻഹു ആയാലും ശരി, പണ്ട് ഹംസ എങ്ങനെയാണെന്ന് എനിക്ക് അള്ളാഹ്ക്ക് അറിയണ്ട. അബൂജഹലിൻ്റെ മകൻ ഇക്രിമത്തായാലും ശരി, പണ്ടയാൾ എങ്ങനെയാണെന്ന് അള്ളാഹ്ക്ക് അറിയണ്ട. എങ്ങനെ അതൊന്നും അല്ലാഹു തആലക്ക് അറിയണ്ട. ഹിദായത്ത് അല്ലാഹു തആല വ്യക്തികൾക്ക് നൽകാൻ തീരുമാനിക്കുന്നത് ബാഹ്യമായ അയാളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടല്ല. ചിലപ്പോൾ ഒരാൾ ഭയങ്കര ആലിമായിരിക്കും, 15 കൊല്ലം കിതാബ് ഓതിയ പണ്ഡിതനായിരിക്കും, 25 കൊല്ലം മുദരിസായിരിക്കും, 40 കൊല്ലം ഖാളിയുമായിരിക്കും മഹല്ലിൻ്റെ. പക്ഷേ അയാൾ ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ തൊട്ടടുത്തുള്ള ജാറത്തിൽ കയറിയിട്ട് ഒന്ന് തൊട്ട് മുത്തി അൽഫാത്തിഹ പറഞ്ഞിട്ട് തങ്ങളെ ഇങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ എന്ന് പറയുന്ന ആളാണെങ്കിൽ വല്ലാഹി അയാൾ നരകവാസിയാണ്. അയാളെ ഈ 40 കൊല്ലത്തെ ഒന്നും അല്ലാഹു പരിഗണിക്കുകയില്ല. ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. ഓ മുഹമ്മദ് നബി, നിങ്ങളാണെങ്കിൽ തന്നെയും ഇത്തരം വിഷയത്തിൽ ഞാനല്ലാതെ വേറെ ആരെയെങ്കിലും നിങ്ങൾ പരിഗണിക്കാൻ തയ്യാറായാൽ, ഓ മുഹമ്മദ് നബി, ലയഹ്ബതന്ന അമലുക്, നിങ്ങൾ ചെയ്ത മുഴുവൻ അമലും പൊളിഞ്ഞ് തരിപ്പണമാകുന്നതാണെന്ന് അള്ളാഹിൻ്റെ റസൂലോടാണ് അല്ലാഹു തആല പറയുന്നത്. ഇനിയാണോ ഞാൻ നിങ്ങളും? ഈ രീതിയിൽ ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു തആല അയാളെ പ്രസ് ചെയ്യുന്നത് ഷഹാദത്തിലേക്കാണ്. ഹിദായത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടങ്ങിയിരിക്കാൻ കഴിയില്ല. നമ്മൾ ചരിത്രം പറഞ്ഞല്ലോ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് രാത്രി ബോധമുണ്ടായി. മോള് പെങ്ങളടുത്തേക്ക് പോയി, ഫാത്തിമാൻ്റെ അടുത്തേക്ക് പോയി. സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പെങ്ങൾ ഫാത്തിമ പോയി ഇടിയായി ഫാത്തിമാൻ്റെ ചുണ്ട് പൊട്ടി ചോര വന്ന്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ ഖത്താബിൻ്റെ മകൾ, ഉമർ പെങ്ങൾ. ഭയങ്കര പ്രശ്നമായി, ബഹളമായി, ഒക്കെയായി. കുറച്ച് സമയത്തിനുള്ളിൽ അവസ്ഥകളാകെ മാറി. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവസ്ഥകളെ അല്ലാഹു തആല ഷഹാദത്തിലേക്ക് മാറ്റും. ഖത്താബിൻ്റെ മകൻ ഉമറിൻ്റെ കാര്യത്തിൽ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരുന്നത്? തലേന്ന് വരെ ഖബ്ബാബ് ഇബ്നു അറത്ത് റളിയല്ലാഹു അൻഹു ആയിരുന്നു പെങ്ങൾക്കും പെങ്ങളുടെ ഭർത്താവിനും ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന വീട്ടിൻ്റെ ഉള്ളിൽ.
പോകുമ്പോൾ അതാണ് കേൾക്കുന്നത്. അങ്ങനെയാണ് വാതിൽ വന്നിട്ട് കയറി ഉടനെ തന്നെ എന്താണ് ഞാൻ എടുത്ത് കെട്ടോണ്ടിരുന്ന വെച്ചിട്ട് അടി കൊടുക്കുന്നത്. ഹബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ഓടി ഒളിച്ചു. പെട്ടെന്ന് അവസ്ഥകൾ ആകെ മാറി. അതെ, ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മാനസികാവസ്ഥ മാറി വേറൊരു ചാനലിലേക്ക് പോയി. കുറച്ച് ഒതുങ്ങി മയങ്ങി. ഈ രക്തമൊക്കെ ഒന്ന് ഫാത്തിമാൻ്റെ ഒന്നും ചുണ്ടത്തുള്ള രക്തമൊക്കെ ഉമർ തന്നെ അങ്ങ് തടയി കൊടുത്തു. സാരമില്ല മോളെ, ആ രീതിയിൽ സമാധാനിപ്പിച്ചു. നീ ആ ഓതിക്കൊണ്ടിരിക്കുന്ന ഒന്ന് ഓദിത്തത് എന്താണ് സംഭവം? അതൊന്ന് എനിക്ക് കേൾക്കണം. നീ ഒന്ന് കേൾപ്പിക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ട്. നീ ശരിയില്ല, നീ വൃത്തി കുറവാണ്. നീ പോയി നല്ല റാഹത്തായിട്ട് കുളിച്ചാൽ ദേഷ്യം തീരും. ദേഷ്യം പിടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്നാണ് മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത്? പോയിട്ട് കുളിച്ചാൽ മതി. പെണ്ണുങ്ങളൊക്കെ ദേഷ്യം പിടിച്ചാൽ പെട്ടെന്ന് പോയിട്ട് കുളിച്ചാൽ ദേഷ്യം അങ്ങ് തണുത്ത് കിട്ടും. നീ ഒന്ന് കുളിച്ച് റാഹത്തായിട്ട് റെഡിയായിട്ട് വന്നിരിക്കുക, ഞാൻ എല്ലാം റെഡിയാക്കി തരാം. പറഞ്ഞ പോലെ അനുസരിച്ചു. പിന്നെ അങ്ങ് അനുസരണമാണ്. ഹിദായത്ത് അല്ലാഹ് സ്വീകരിച്ചാൽ പിന്നെ അനുസരണമാണ്. അതുവരെ ധിക്കാരി, അഹങ്കാരി, ഞാനല്ലാതെ വേറെ ആര്, നീ ആര്, ഞാനാര്, ആ രീതിക്കാരനായിരിക്കും. ഹിദായത്ത് അല്ലാഹ് തീരുമാനമായി ഒപ്പിട്ട് കഴിഞ്ഞാൽ, ഫയലിൽ അല്ലാഹ് ഒപ്പിട്ട് കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് അയാളെപ്പോലത്തെ പാപവും സാധുവും പിന്നെ വേറെ ആരും ഉണ്ടാവില്ല. അത് ഹിദായത്തിൻ്റെ ഒരു ഫലമാണ്, സമ്രത്താണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നു കേട്ടോ. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ. അങ്ങനെ നല്ല റാഹത്തായിട്ട് അങ്ങ് ഓതുക. ആ കാലഘട്ടത്തിൽ ഏറ്റവും നന്നായി എഴുത്തും വായനയും അറിയാവുന്ന ചുരുക്കം ചില ആളെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഖത്താബിൻ്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു. മാന്യനാണ്, മിടുക്കനാണ്, തന്ത്രജ്ഞനാണ്, ബനു അദീ ഗോത്രക്കാരനാണ്. നമ്മൾ അദ്ദേഹത്തെ പറ്റി ഷിയാക്കൾ ഒരുപാട് കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും വിശ്വസിച്ച് പോകരുത്. പെൺകുട്ടികളെ ഉമർ റളിയല്ലാഹു അൻഹു കൊന്നിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. എന്നിട്ട് കുഴിച്ചിടുന്ന സമയത്ത് മണ്ണിൽ കുഴിച്ചിട്ടിട്ടാണ് കൊന്നത്. അങ്ങനെ മണ്ണ് താടിയിലായപ്പോൾ ആ മോള് തട്ടിക്കൊടുത്തു. എന്നിട്ടൊരു കരുണ കാണിച്ചില്ല. ഇതൊക്കെ ഇറാനി ജൂതായിസം പ്രചരിപ്പിക്കുന്ന കള്ളത്തരങ്ങളാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി. വിശ്വസിച്ച് പോകരുത്. നമ്മൾ പണ്ട് വയതിലൊക്കെ കേട്ടിട്ടുണ്ടാവും അങ്ങനെ. വല്ലാഹി അത് കളവാണ്. അത് ജൂതൻ, രണ്ടാം ജൂതൻ, നമ്പർ 2 ജൂതൻ ഉണ്ടാക്കിയ കള്ളത്തരങ്ങളാണ്. അങ്ങനൊന്നുമില്ല. ഉമർ റളിയല്ലാഹു തആല മദ്യപാനിയാണ്, യാഥാർത്ഥ്യമാണ്, നല്ല മദ്യപാനിയാണ്. പിന്നെ ലോട്ടറിൻ്റെ ആളാണ്, ചൂതാട്ടത്തിൻ്റെ ആളാണ്, മൈസറിൻ്റെ ആളാണ്. അങ്ങനെയാണ് പൈസ ഉണ്ടാക്കിയത് മുഴുവൻ, ചൂതാട്ടം നടത്തി. മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല. ഒരുപാട് സംഭവങ്ങളുണ്ട്. പോട്ടെ, അതൊന്നും ഇപ്പം പറയുന്ന നേരമില്ല. ഹസ്രത്ത് ഉമർ റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സ്വയം ചിന്തിക്കുകയാണ്. സാഹിത്യകാരനാണ് ഉമർ റളിയല്ലാഹു അൻഹു. അറബി ഭാഷയെ സുന്ദരമായ ഈ വാക്ക് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത് എന്താണ്? ഇത് മുഹമ്മദിനോട് ആരോ പറയുകയാണ്, ഇത് മുഹമ്മദിൻ്റെ വകയല്ല. ഇതുവരെ നമ്മുടെ പുരോഹിതന്മാർ, നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു വന്നത് എന്താണ്? അബൂ താലിബ് അടക്കമുള്ള ദാറുൻ നദ്വിയാകുന്ന സുന്നി സെൻറ്ററിൽ വെച്ച് കിട്ടിയ വയത് മുഴുവനും എന്താണ്? മുഹമ്മദ് ഉണ്ടാക്കിയതാണ്, മുഹമ്മദിൻ്റെ സ്വന്തം വകയാണെന്നാ. ഇത് മുഹമ്മദ് ഉണ്ടാക്കിയാൻ ചാൻസ് ഇല്ല. കാരണം മുഹമ്മദിനോട് വേറെ ആരോ പറയുകയാണ്. എന്താണ് പറയുന്നത്? മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ, താഹ ഓ മുഹമ്മദ് നബി, മാ അൻസൽനാ അലൈക്കൽ ഖുർആൻ, ഈ പരിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നാം ഇറക്കിയിട്ടില്ല, ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശാ ലിതഷ്ഖാ, നിങ്ങൾ വിഷമിക്കാൻ വേണ്ടി, പ്രയാസപ്പെടാൻ വേണ്ടിയിട്ട്. നിങ്ങളൊന്നും പ്രയാസപ്പെടേണ്ട. മറ്റുള്ളവരിത് അംഗീകരിക്കുന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ബേജാറൊന്നും ആവണ്ട. നിങ്ങളങ്ങനെ ബേജാറാകാനല്ല നിങ്ങൾ ഞാൻ റസൂലാക്കി അയച്ചിരിക്കുന്നത്. ഞാൻ പറയുന്ന ജോലി മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആരും വിശ്വസിക്കുന്നില്ലല്ലോ എന്ന് കണ്ടിട്ട് നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ഒരു ടെൻഷനും വേണ്ട. ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലം യുഅ്മിനു ബിഹാദൽ ഹദീസി അസഫ. മുഹമ്മദ് നബി, നിങ്ങൾ ഈ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല, ഈ ഖുർആൻ അംഗീകരിക്കുന്നില്ല എന്ന് ചിന്തിച്ചിട്ട് നിങ്ങളെ സ്വന്തം തടിയെ തന്നെ നശിപ്പിച്ച് കളയും തോന്നുമല്ല. നിങ്ങൾ എന്താണ് ഇത്? അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം എന്താ? അല്ലാഹു അറിയുന്ന ഹബീബായ തങ്ങളോട് എന്തിനങ്ങനെ ബേജാറാകുന്നു? ഒരു ബേജാറും വേണ്ട. മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതഷ്ഖാ, നിങ്ങൾ മശക്കത്താകാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾക്ക് ഈ ഖുർആൻ ഇറക്കിയിരിക്കുന്നത്. ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശാ, എന്നെ അംഗീകരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊരു ഉപദേശമായിട്ടാണ് മുഹമ്മദ് നബിയെ ഈ ഖുർആൻ. ആ രീതിയിൽ കണ്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലായ ഖത്താബിൻ്റെ മകൻ ഉമറിന് തോന്നി, ഇത് മുഹമ്മദിനോട് ആരോ സംസാരിക്കുകയാണ്. എങ്കിൽ നമ്മുടെ അള്ളാഹ്, അതെ ഉമർ ഖത്താബ് അടക്കം വിശ്വസിക്കുന്ന റബ്ബായ അള്ളാഹ്, ആ അള്ളാഹു തന്നെയാണ് മുഹമ്മദിനോട് സംസാരിക്കുന്നത്. ഇത് നമ്മളെ മൗലാനമാർ പറയുന്നത് ശരിയല്ല, മുഹമ്മദ് പറയുന്നത് തന്നെയാണ് ശരി. അപ്പോൾ മുഹമ്മദിനെ ആരോ തർബീയത്ത് കൊടുക്കുന്നുണ്ട്. എങ്കിൽ ഫാത്തിമ, ഇത് അംഗീകരിക്കാൻ ഞാൻ എന്താ വേണ്ടത്? ഇത് അംഗീകരിക്കാൻ ഞാൻ എന്താ? ഹിദായത്ത് വന്നാൽ അങ്ങനെയാണ്. ഹിദായത്ത് വന്നാൽ പിന്നെ പേക്കെന്ന് ഇങ്ങനെ തള്ളോ, പിന്നെ ഒന്നും അള്ളാഹ്ക്ക് വിഷയമല്ല. ഇങ്ങനെ നമ്മളിങ്ങനെ സംഭവം ഇപ്പോൾ ഓൻ ഭയങ്കര മുവഹീദായി. ഇപ്പോൾ പണ്ടോൻ അങ്ങനെയാണ് ഇങ്ങനെയൊന്നും അള്ളാഹ്ക്ക് അറിയണ്ട. ഇപ്പോൾ പ്രസൻറ്റ് അള്ളാഹുവിൻ്റെ തീരുമാന നടപടിക്രമങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താ അറിയോ? ഓരോ വ്യക്തി നമുക്ക് സാധാരണക്കാരനായിരിക്കും, പക്ഷെ അള്ളാഹിൻ്റെ ദർബാറിൽ അവൻ ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കും. നമ്മൾ മനസ്സിലാക്കണം ഒരു മുവഹീദിനെ സംബന്ധിച്ച്.
അള്ളാഹിൻ്റെ ദർബാറിൽ അള്ളാഹു തആല അവനെ പറ്റി കാര്യമായി ചർച്ച ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നമ്മൾക്ക് ആരും ആയിരിക്കില്ല, അവൻ ഒരു സാധാരണക്കാരൻ, ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്ന ഒരുത്തനായിരിക്കും. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അന്ന് ചോദിച്ചു ഫാത്തിമാനോട്, ഫാത്തിമ പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കത് അംഗീകരിക്കണം. ആ സമയത്ത് മറയുടെ പിറകിൽ നിന്ന് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഉമർ, ഞാൻ കാണിച്ചു തരാം റസൂലുള്ളാഹി തങ്ങളെ, ഇന്നലെ വരെ റസൂല ദുആ ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട്. ഉമർ, അല്ലാഹുമ്മ ഖവ്വിൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, അല്ലാഹ് രണ്ടിൽ ഏതെങ്കിലും ഒരു ഉമറിനെ തന്നിട്ട് എന്നെ ഒന്ന് സഹായിക്കുക അല്ലാഹുവേ എന്ന് അഷ്റഫുൽക്ക് ദുആ ചെയ്തിട്ടുണ്ട്. രണ്ട് ഉമർ ആരാണ്? ഒന്ന് അംർ ബിൻ ഹിഷാം, അത് അബൂജഹലാണ്. മറ്റേത് ഉമർ ബിൻ ഖത്താബ്. അംറിനെയും ഉമറിനെയും ഒന്നിച്ച് പറയുമ്പം ഉമറൈൻ എന്നാണ് അറബി പറയുക. അപ്പോൾ ഒന്ന് അതും ഒന്ന് ഇതുമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിലാണ് ആ ദുആ കബൂലായിരിക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവാണ് ഹബീബായ മുത്ത് സലഫി സെൻറ്ററിൽ വെച്ച് ദാറുൽ ഇർഖമിൽ വെച്ച് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടതാണ്. അതുകൊണ്ട് വാ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെയാണ് അവർ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിൻ്റെ രാജപാതയിലേക്ക് മനസ്സടിപ്പിച്ചാൽ പിന്നെ ഷഹാദത്തിൻ്റെ വഴിയിലേക്ക് അവൻ എളുപ്പമാക്കി കൊടുക്കും. അവന് അടങ്ങിയിരിക്കാൻ കഴിയില്ല. ഖത്താബിൻ്റെ മകൻ ഉമർ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിൻ്റെ ഹളറത്തിലെത്തി. യാ റസൂലല്ലാഹ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രഖ്യാപിക്കുമർ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു കാരണവശാലും ഇനി ഞാൻ ജാറങ്ങളിലേക്ക് പോകുന്ന പ്രശ്നമില്ല. വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഈ ഇരിക്കുന്ന മുഹമ്മദ് അല്ലാഹു അയച്ച പ്രവാചകനാണ്. അഷ്ഹദു, ഇന്ന് മുതൽ ഞാൻ അതിൻ്റെ ആളാണ്. പ്രഖ്യാപിക്കും ഉമർ. പ്രഖ്യാപിച്ച് ഉമർ റളിയല്ലാഹു തആല നടന്നിട്ട്. നിങ്ങളറിയോ, ചരിത്രകാരന്മാർ എഴുതുന്നു, അഷ്റഫുൽ ഖൽഖ് സ്വയം അറിയാതെ അല്ലാഹു അക്ബർ പറഞ്ഞു പോയി റസൂലുള്ളാഹി തങ്ങൾ. അത്ര സന്തോഷം അഷ്റഫുൽ ഖൽഖിന്, അത്ര റാഹത്ത് അഷ്റഫുൽ ഖൽഖിന്. ഒന്നിച്ച് 3 ദിവസം 4 ദിവസം മുമ്പാണ് ഹംസ റളിയല്ലാഹു മുസ്ലിമായത്. അതിൻ്റെ ഉള്ളിലുണ്ട്, സലഫി സെൻറ്ററിലുണ്ട് മൂപ്പര്. 4 ദിവസം മുമ്പ് മുസ്ലിമായിട്ട് അത് ആ ചരിത്രം നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് തന്നെയാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു ഇസ്ലാമായിട്ട് 4ാമത്തെ ദിവസമാണ് ഉമർ റളിയല്ലാഹു അൻഹു എത്തുന്നത്. എല്ലാവരും അങ്ങ് അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകിയ ഒരു വ്യക്തിക്ക് ഷഹാദത്തുമായിട്ടാണ് അവനെ അടുപ്പിക്കുക. അതെ, ഇന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയം മുസ്ലിമീങ്ങൾ. ആരെയാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്? മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വിഷയത്തിൽ അള്ളാഹുമായി കരാറിലേർപ്പെട്ടവർ. അതാണ് ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ കാര്യമായ 2 കലിമത്തു ഷഹാദ. 2 കലിമയിൽ ഷഹാദത്തിൽ ഏർപ്പെട്ടാലേ അവനെ മുസ്ലിമായി കാണുകയുള്ളൂ. എനിക്ക് ഹിദായത്ത് കിട്ടിയെന്ന് പ്രസംഗിച്ചത് കൊണ്ടോ മുസ്ലിം ആകുകയില്ല. മുസ്ലിം ആകണമെങ്കിൽ ഈ പറഞ്ഞ 2 കാര്യത്തിൽ ഷഹാദത്ത് കൊടുക്കണം അല്ലാഹ്ക്ക്. ഷഹാദത്ത് കൊടുക്കുന്ന കരാർ, എഗ്രിമെന്റ് കൊടുക്കണം അല്ലാഹ്ക്ക്. അഷ്ഹദു, ഞാൻ തയ്യാറാണ്, ഒപ്പിട്ട് കൊടുക്കണം അല്ലാഹ്ക്ക്. അത് പ്രഖ്യാപിക്കുക തന്നെ ചെയ്യണം. മനസ്സിൽ കൊണ്ട് കിടന്നാൽ പറ്റൂല. മനസ്സിൽ ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞാൽ സംഗതി നടക്കൂല. സംഘടനക്കാർ ഏതെങ്കിലും പത്രക്കാരോ അയാളും പേര് മാറ്റിയിട്ടാണ്. പേര് ബാലകൃഷ്ണൻ തന്നെയാണ് മുസ്ലിം എന്നാന്ന് പറഞ്ഞാൽ അല്ലാഹു തആല മുസ്ലിമായി അംഗീകരിക്കൂല. പേര് മാറ്റിയേ പറ്റൂ, പേര് മാറ്റിയേ പറ്റൂ. അതൊരു പ്രഖ്യാപനമാണ്, ഇഖ്റാറാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഷഹാദത്ത് കൊടുത്താൽ പേര് മാറ്റിയേ പറ്റൂ. അതുകൊണ്ട് പഴയ പേരിൽ തന്നെ ഞാൻ നിൽക്കുന്നു, പേരൊന്നും മാറ്റാൻ പറ്റൂല, ഞാൻ മുസ്ലിം ആയിക്കോളാം ഇസ്ലാം പാർട്ടിക്കാർ പറയും പോലെ നടക്കൂല. അൽ ഈമാൻ അത്തസ്ദീഖു ബിൽ ഖൽബ്, ഹൃദയത്തിൽ തീരുമാനം എടുക്കുക. വൽ ഇഖ്റാറു ബിൽ ലിസാൻ, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുക. വൽ അമലു ബിൽ അർക്കാൻ, തടി കൊണ്ട് പ്രവർത്തിച്ച് തെളിയിക്കുക. ഇതാണ് ഈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് കൊടുത്തവരിൽ എല്ലാവർക്കും ഷഹാദത്ത് നിലനിർത്തിക്കൊണ്ടു പോകാൻ സാധിക്കണമെന്നില്ല. ആ ഷഹാദത്ത് ഏത് സമയത്തും ഡിസ്മിസ് ആവാം. ആ ഷഹാദത്ത് ഏത് സമയത്തും സസ്പെൻഡ് ആവാം. ആ ഷഹാദത്ത് ഏത് സമയത്തും ഡാമേജ് വന്ന് ഉപയോഗശൂന്യമാകാം. ഡിസ്മിസ് ആകുന്നതും സസ്പെൻഡുമാകുന്ന എപ്പോഴാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത ഷഹാദ ദാറങ്ങളെ കൊണ്ട് പൊളിയും. മുഹമ്മദുർ റസൂലുള്ളാഹ് കൊടുത്ത ഷഹാദ തരീഖത്തുകളെ കൊണ്ട് പൊളിയും. അതാണ് നേരത്തെ പറയാൻ കാരണം. ഒരാൾ പ്യൂർ മുസ്ലിമാണ്, എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്, പക്ഷെ അയാൾ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നിക്കൽ മരിച്ചുപോയ മനുഷ്യരോട് അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ജിന്നിനോട് പരാതി പറയുന്ന ആളാണ്. വല്ലാഹി അയാളെ ഷഹാദ ബാത്തിലാണ്. ഈ രീതിയിൽ ഷഹാദത്ത് ബാത്തിലായവർ ഒരു ഭാഗത്ത്, വേറൊരു വിഭാഗമുണ്ട്, അവരെന്തും ഷഹാദത്ത് കൃത്യമായി പാലിക്കുന്നവരാണ്. ഞാൻ എൻ്റെ അള്ളാഹ്ക്ക് കരാറ് കൊടുത്ത ഭാര്യ പറയും ഇങ്ങനൊരു പരാതി ഇല്ല, ഞാൻ എൻ്റെ അള്ളാഹുമായിട്ട് കരാറിലാണ്, നീയും ആ കരാർ അംഗീകരിക്കണം, എന്നാൽ ഞാനും കരാറിലാണ്. അപ്പോൾ ചങ്ങാതിമാർ പറയും നമുക്ക് ഇന്ന സ്ഥലത്തേക്ക് പ്രശ്നങ്ങളൊക്കെ ഭയങ്കര പ്രശ്നം രൂക്ഷമല്ലേ, ഞാൻ അള്ളാഹുമായിട്ടൊരു കരാറിലാണ്, ഞാൻ ആ കരാറ് ലംഘിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഒരുപക്ഷെ പാപിയായിരിക്കാം, അതെനിക്ക് വിഷയമല്ല, ഞാൻ കരാറ് അള്ളാഹുമായിട്ട് ചെയ്ത കരാറ്, ആ കരാറ് ഞാൻ പാലിക്കും, അത് അമാനത്താണ്,
ആ അമാനത്ത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. ഒരിക്കലും ഞാൻ ഖിയാനത്ത് ചെയ്യില്ല. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ ലാ തഖൂനുള്ള, നിങ്ങൾ അള്ളാഹിനെ ചതിക്കരുത്, അള്ളാഹ്ക്ക് ഖിയാനത്ത് കാണിക്കരുത്, വഞ്ചന കാണിക്കരുത്. അതേപോലെ തന്നെ റസൂലിനോടും വഞ്ചന കാണിക്കരുത്. അള്ളാഹുവിന് കൊടുത്ത ഏറ്റവും വലിയ കരാറ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ജീവിച്ചോളാം എന്നാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് നിങ്ങൾ ഓഫർ ചെയ്താലും ഞാൻ അങ്ങോട്ടില്ല. അതേപോലെ തന്നെ ഞാൻ അള്ളാഹ് കൊടുത്ത കരാറ് എന്ത് പ്രശ്നത്തിനും നായകനായിട്ട് ഞാൻ മുഹമ്മദ് നബിയെ മാത്രമേ കാണുള്ളൂ. അത് ഇന്ന ഷെയ്ഖുണ്ട് ഇന്ന സ്ഥലത്ത്, ഇന്ന ഉസ്താദ് ഇന്നത്തുണ്ട്, ഇന്ന തങ്ങൾ ഇന്നത്ത്, ഇതൊന്നും എനിക്ക് വിഷയമല്ല. ഇന്ന ഇമാമ് ഇന്ന ഉസ്താദ്, ഇതൊന്നും എനിക്ക് വിഷയമല്ല. എനിക്ക് വിഷയം ഞാൻ ആർക്കാണോ ഷഹാദത്ത് കൊടുത്തത് അത് മാത്രമാണ്. ഞാൻ ഷഹാദത്ത് കൊടുത്തത് മുഹമ്മദ് അള്ളാഹിന്റെ റസൂലാണ്. അത് ജീവിച്ച് തെളിയിച്ച് തരും. ഞാൻ അശ്ഹദു, ഞാൻ ജീവിച്ച് തെളിയിച്ചു തരും. എന്ത്? അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇയാളാണ് ഹിദായത്തിൽ ഇസ്തിഖാമത്ത് കിട്ടിയവർ. ഇനിയാണ് പ്രശ്നം. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഷഹാദത്തിൽ ഇസ്തിഖാമത്ത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൊളിച്ച, തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് പൊളിച്ച, അല്ലെങ്കിൽ സയൻസ് കൊണ്ടോ ഹവ കൊണ്ടോ മുഹമ്മദ് ഈ റിസാലത്തിന് കൊടുത്ത ഷഹാദത്ത് പൊളിച്ച അവരുടെ കാര്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ശ്രദ്ധിക്കുകയില്ല. നുവല്ലിഹി മാ തവല്ല, അവര് പോകുന്ന വഴിക്ക് അവരെ അല്ലാഹു തആല സഞ്ചരിപ്പിക്കും. പിന്നെ അല്ലാഹു തആല ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആരെയാണ്? ഷഹാദത്ത് സ്വഹീഹായി നിലനിൽക്കുന്നവരെയാണ്. ഇതെപ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം. ഷഹാദത്ത് നിലനിർത്തുന്നവർ അത് അല്ലാഹു തആല ഇടയ്ക്കിടയ്ക്ക് ഉരച്ചു നോക്കും. കാരറ്റ് കുറയുന്നുണ്ടോ? ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിന് ബാധകക്കാരാണ്. നമ്മൾ അല്ലാഹു തആല ടെസ്റ്റ്, ചിലപ്പം അധികാരങ്ങൾ മുന്നിൽ കാണിച്ചുകൊണ്ട് നമ്മളെ ചെക്ക് ചെയ്യും. നമ്മൾ കാരറ്റ് കുറയുന്നുണ്ടോ? ചിലപ്പം സമ്പത്ത്, ജാഹ് മാല് എന്ന് അതിന് പറയാം. ജാഹ് എന്ന് പറഞ്ഞാൽ അധികാരം, മാല് എന്ന് പറഞ്ഞാൽ മുതല്. ചിലപ്പം നമുക്ക് വേറെന്തെങ്കിലും ആനുകൂല്യങ്ങൾ തന്നിട്ടായിരിക്കും അല്ലാഹു തആല നമ്മളെ ചെക്ക് ചെയ്യുന്നുണ്ടാകുക. ഈ വിഷയത്തിലെല്ലാം ഇവൻ അള്ളാഹ്ക്ക് കൊടുത്ത ഷഹാദത്ത് അനുസരിച്ച് വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ടോ ഇല്ലേ? അഥവാ ചെയ്യുന്നില്ല എങ്കിൽ തീർച്ച ഭയപ്പെടേണ്ടത് ഷിയാക്കളല്ല, സലഫികളാണ്. കാരണം അവർ അള്ളാഹുവിന് ഷഹാദത്ത് കൊടുത്ത് അത് നിലനിർത്താൻ പാടുപെടുന്നവരാണ്. അവർക്ക് മാത്രമായിരിക്കും ടെസ്റ്റ് ഉണ്ടാകുക. ടെസ്റ്റിൽ ജയിച്ചേ പറ്റൂ, തൂക്കുന്ന പ്രശ്നം ഉണ്ടാവരുത്. അതാണ് ബദർ. അതിനാണ് ബദർ ഉണ്ടായത്. നാം കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് നിർത്തിയത് അവിടെയാണ്. അതിനാണ് അല്ലാഹു തആല ബദർ ഉണ്ടാക്കിയത്. കാഫിരികളെ കൊല്ലാനല്ല, എതിർകക്ഷികളെ നശിപ്പിക്കാനല്ല. അങ്ങനത്തെ ഒരു സുന്നത്ത് അല്ലാഹ്ക്കില്ല. യുദ്ധം ചെയ്തിട്ട് എതിർകക്ഷികളെ കൊല്ലുന്ന രീതി അല്ലാഹ്ക്കില്ലല്ലോ. നിങ്ങൾ ചരിത്രത്തിലേക്ക് പോവാ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അല്ലാഹു തആല നശിപ്പിച്ചത് ആരെങ്കിലും യുദ്ധം ചെയ്തിട്ടാണോ? തൂഫാൻ, വെള്ളപ്പൊക്കത്തിലല്ലേ? അല്ലേ? സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായമായ സമൂദ് ഗോത്രം, അവരെ നശിപ്പിച്ചത് ആരെങ്കിലും യുദ്ധം ചെയ്തിട്ടാണോ? അത്യുഗ്രമായ ഭൂകമ്പത്തിൽ ആഴ്ത്തിക്കളയല്ലേ ചെയ്തത്? എന്താ അല്ലാഹ് ഇപ്പൊ കഴിവുള്ളവനല്ലേ? അതേപോലെ തന്നെ ഹൂദ് നബിന്റെ അനുയായികളായ ആദിനെ, അതേപോലെ തന്നെ സാലിഹ് നബിന്റെ അനുയായികളായ സമൂദിനെ അല്ലാഹ് കൈകാര്യം ചെയ്ത് ആരെങ്കിലും യുദ്ധം ചെയ്തിട്ടാണോ? ആണോ? ഇബ്രാഹിം നബിന്റെ സമൂഹമായ നമ്രൂദിനെ കൈകാര്യം ചെയ്ത് യുദ്ധം ചെയ്തിട്ടാണോ? മൂസ നബിന്റെ അനുയായികളായ ഫറോവയെയും പാർട്ടിയെയും ഇല്ലാതാക്കിയത് യുദ്ധം ചെയ്തിട്ടാണോ? അള്ളാഹുവിന്റെ രീതിയിൽ അങ്ങനെ ഒരു പരിപാടിയില്ല. യുദ്ധം ചെയ്തിട്ട് ആളെ കൊണ്ട്, മനുഷ്യരെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ചിട്ട് എതിരാളികളെ തോപ്പിക്കുന്ന പരിപാടി അള്ളാഹ്ക്കില്ല. പിന്നെ യുദ്ധം എന്തിനാണ്? മുഅ്മിനീങ്ങളെ പരീക്ഷിക്കാനാണ്. മുഅ്മിനീങ്ങളെ പരീക്ഷിക്കാനാണ് യുദ്ധം. യുദ്ധം 3 തരത്തിലാണ്. ഒന്ന് അൽ അസ്ബാബ് ബിൽ അസ്ബാബ്, ആയുധവും തമ്മിലുള്ള യുദ്ധം. ഇന്ന് ദുനിയാവിൽ നടക്കുന്ന യുദ്ധം പോലെ ആയുധവും തമ്മിലുള്ള യുദ്ധം. ഒരു ഭാഗത്ത് ഇസ്രായേലി ജൂതൻ, വേറൊരു ഭാഗത്ത് ഇറാനിയൻ ജൂതൻ, രണ്ടുപേരും കൂടി ആയുധം കൊണ്ട് കളിക്കുന്നു. വല്ലാഹി ഇസ്ലാം ദീൻ അതിന് യാതൊരു പങ്കുമില്ല. അത് ആയുധവും തമ്മിലുള്ള യുദ്ധമാണ്. അതിനു വേണ്ടിയാണ് ഇന്ന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് ലോകം. എല്ലാ സംവിധാനങ്ങളും അതിനു വേണ്ടിയാണ്. ഒരു ഭാഗത്ത് അമേരിക്ക, മറ്റൊരു ഭാഗത്ത് റഷ്യ, വേറൊരു ഭാഗത്ത് അറബി രാജ്യങ്ങൾ, വേറൊരു ഭാഗത്ത് ആഫ്രിക്കൻ രാജ്യങ്ങൾ, വേറൊരു ഭാഗത്ത്, അങ്ങനെ ഓരോ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം. അൽ അസ്ബാബ് ബിൽ അസ്ബാബ്, ആയുധവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ അള്ളാഹുവിൻ്റെ നടപടിക്രമം എന്തായിരിക്കും? ആരെ കയ്യിലാണോ കൂടുതൽ ആയുധമുള്ളത് അവരെ വിജയിപ്പിക്കുക എന്നുള്ളതായിരിക്കും അള്ളാഹുവിൻ്റെ സുന്നത്ത്. അള്ളാഹുവിൻ്റെ നടപടിക്രമം ആ കാര്യത്തിൽ അങ്ങനെയാണ്.
ആയുധവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അവിടെ പിന്നെ ജാതി നോക്കൂല അല്ല, മതം നോക്കൂല അല്ല, ആദർശം നോക്കൂല അല്ല. അസ്ബാബും തമ്മിലാണ് ഏറ്റുമുട്ടുന്നതെങ്കിൽ രാഷ്ട്രീയത്തിന് വേണ്ടി അധികാരം നിലനിർത്താൻ, അതിർത്തിക്ക് വേണ്ടിയിട്ട് അതിർത്തി സംരക്ഷിക്കാൻ, അതിർത്തി വെട്ടിപ്പിടിക്കാൻ അതാണ് പരിപാടിയെങ്കിൽ ആരുടെ കയ്യിലാണോ വസ്തുക്കൾ, ആയുധങ്ങൾ കൂടുതലുള്ളത് അവരായിരിക്കും ജയിക്കുക. അത് അള്ളാഹുവിൻ്റെ സുന്നത്താണ്, നടപടിക്രമമാണ്. രണ്ടാമത്തെ ജിഹാദ് അൽ അസ്ബാബു ബിൽ അഅ്മാൽ, ആദർശവും ആയുധവും തമ്മിലുള്ള യുദ്ധം. ഒരു ഭാഗത്ത് ആയുധം, മറുഭാഗത്ത് ആദർശം. വല്ലാഹി ആദർശമേ ജയിക്കുള്ളൂ, ആയുധം ജയിക്കുന്ന പ്രശ്നമില്ല. അതിനാണ് അല്ലാഹു തആല ബദർ ഉണ്ടാക്കിയത്. ഒരു ഭാഗത്ത് ആയുധം, മറുഭാഗത്ത് ആദർശം. ആദർശത്തിന്റെ ആൾക്കാരുടെ കയ്യിൽ ഒന്നുമില്ല, ഒരു പേനക്കത്തി പോലും ഇല്ല. ആയുധത്തിന്റെ ആൾക്കാരുടെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട്. അബൂജഹലിന്റെ നേതൃത്വത്തിൽ അള്ളാഹുവിന്റെ സുന്നത്ത് എന്താ? എത്ര എത്ര വൻ മരങ്ങളാണ് ചെറിയ കൊച്ചു സംഘങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങേണ്ടി വന്നത് അള്ളാഹുവിന്റെ സമ്മതം അനുസരിച്ച്. ആദർശവും ആയുധവും തമ്മിൽ ഏറ്റുമുട്ടിയാൽ അങ്ങനെയാണ്. മൂന്നാമത്തെ ഏറ്റുമുട്ടൽ അൽ അഅ്മാലു ബിൽ അഅ്മാൽ, ആദർശവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അതിനാണ് നാം ഇജ്തിഹാദ് എന്ന് പറയുന്നത്. മുജ്തഹിദുകൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു തആല രണ്ടുപേരെയും കുറ്റക്കാരാക്കുന്നില്ല. രണ്ടുപേരും മുജ്തഹിദുകളാണ്. ഇജ്തിഹാദിന് ഇസ്ലാമിൽ ഒരു വീക്ഷണമുണ്ട്. ഒരു പണ്ഡിതൻ അതിന് യോഗ്യനായിരിക്കണം ഇജ്തിഹാദിന്. ആ ഇജ്തിഹാദ് ചെയ്തു, പക്ഷെ ആ ഗവേഷണത്തിൽ അയാൾ പരാജയമാണ് സംഭവിച്ചതെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഇജ്തിഹാദ് ചെയ്തതിൻ്റെ പ്രതിഫലം അയാൾക്കുണ്ട്. തെറ്റുപറ്റിപ്പോയത് അള്ളാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും, ശിക്ഷിക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ചർച്ച ചെയ്തിട്ട് കൊളാക്കേണ്ട യാതൊരു ആവശ്യമില്ല. മറ്റു വേറെ ഇജ്തിഹാദ് ചെയ്തു, ഇജ്തിഹാദിൽ ജയിച്ചു, 2 പ്രതിഫലം കിട്ടുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. 2 പ്രതിഫലം. ഒന്ന് ഇജ്തിഹാദ് ചെയ്ത, ഗവേഷണം ചെയ്ത പ്രതിഫലം, അത് വിജയത്തിലെത്തിച്ചതിൻ്റെ പ്രതിഫലം, 2ഉം കിട്ടും. ഇവിടെയാണ് നാം അലി അല്ലാഹു തആല അൻഹുവിനെയും മുആവിയ അല്ലാഹു തആല അൻഹുവിനെയും കാണുന്നത്. 2 പേരും മുജ്തഹിദുകളാണ്, 2 പേരും സഹാബാക്കളാണ്, 2 പേരും ആദിലീങ്ങളാണ്, 2 പേരും അള്ളാഹുവിന്റെ പ്രിയ, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ടതാണ്. അലി അല്ലാഹുവിന് പ്രവർത്തിച്ചത് അലി അല്ലാഹുവിന്റെ ഇജ്തിഹാദ് അനുസരിച്ചാണ്. മുആവിയ റളിയല്ലാഹു പ്രവർത്തിച്ചത് മുആവിയാന്റെ ഇജ്തിഹാദ് അനുസരിച്ചാണ്. 2 പേർക്കും ഇസ്ലാമിൽ ഇജ്തിഹാദ് ചെയ്യാനുള്ള ആധികാരികതയുണ്ട്, അതിനുള്ള അറിവുണ്ട്. ആ ഇജ്തിഹാദ് 2 ഏതെങ്കിലും ഒരാളത് പരാജയപ്പെടും, ഒരാളത് ജയിച്ചിരിക്കും. ഇവിടെ അലിയാണോ തെറ്റ്, മുആവിയാണോ തെറ്റെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. അള്ളാഹുവിന്റെ അടുക്കൽ 2 പേർക്കും പ്രതിഫലമുണ്ട്. പിന്നെ അമ്മ അഭിപ്രായം പറഞ്ഞിട്ട് വെറുതെ നമ്മൾ നരകം തോണ്ടണ്ട. അവര് സ്വർഗത്തിലേക്ക് പോകും, രണ്ടാളും. മുആവിയ അല്ലാഹുവിനും അലി അല്ലാഹുവിനും സ്വർഗത്തിലേക്കോ. നമ്മൾ പത്രത്തിലും മറ്റും ഇതല്ലേ ചെയ്തത്. ഈജിപ്തിലെ ഇഖ്വാൻ മുസ്ലിം മുതൽ ഇന്ത്യയിലെ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ വന്നത് വരെ അലിയെയും മുആവിയയെയും 2 പക്ഷത്തെ നിർത്തി ജീർണിച്ചു നാറിയ രാഷ്ട്രീയം ഇവിടുത്തെ ചെറുപ്പക്കാരന്റെ തലമണ്ടക്കകത്തെ അടിച്ചു കയറ്റി രാഷ്ട്രീയം കളിക്കുകയായിരുന്നില്ല ഇവരൊക്കെ. ഇവിടെ ആയിരുന്നില്ലേ? തത്തുല്യമായിട്ട് തന്നെയല്ലേ ലെബനാനിലെ ഹിസ്ബുള്ള മുതൽ യമനിലെ ഹൂത്തികൾ വരെ രാഷ്ട്രീയം കളിക്കുകയായിരുന്നില്ലേ? സാധാരണക്കാരന്റെ മനസ്സിൽ ഇസ്ലാമിന്റെ അഡ്രസ്സിൽ രാഷ്ട്രീയ വിപ്ലവം കുത്തിക്കയറ്റി നാശത്തിന്റെ വിത്ത് കുത്തിയിരിക്കുകയല്ലേ ലോകം മുഴുവനും. എന്നിട്ട് അതിന് ജിഹാദ് ഇസ്ലാമിന്റെ അഡ്രസ് പേര് ഇല്ല, കൂട്ടറില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. ഇജ്തിഹാദും 2ഉം ആദർശവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ്. പ്രമാണം ഖുർആനും ഹദീസുമാണ്, നിങ്ങളെ വാറോലയല്ല. അല്ലാഹു തആല ബദർ ഉണ്ടാക്കിയത് എന്തിനാണ് എന്നതാണ് നാം മനസ്സ് വന്ന വിഷയം. എന്ത് പറഞ്ഞാലും വിഷയം നീണ്ടുപോകും. ഉദാഹരണം പറയുമ്പോൾ ബദർ ഉണ്ടാക്കിയത് എന്തിനാണ്? അവിടുത്തെ ഏറ്റവും വലിയ മുഅ്മിനീങ്ങൾ ആരാണ്? മുഹമ്മദുർ റസൂലുള്ളാഹിയും സഹാബാക്കളും ആണ്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയേണ്ടത് മുഹമ്മദ് മുസ്തഫയും സഹാബാക്കളും അള്ളാഹ്ക്ക് കൊടുത്ത ഷഹാദ അത് 24 കാരറ്റ് ക്ലിയർ ആണോ എന്ന് അള്ളാഹ്ക്ക് അറിയണം. അഹസിബന്നാസ് അൻ യുത്റകു അൻ യഖൂലു ആമന്ന. മനുഷ്യർ വിചാരിച്ചു പോയോ ഞാൻ മൂമിനായി എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നിന്നെ അങ്ങ് വിട്ടേക്കുമെന്ന്? തീർച്ചയായിട്ടും അങ്ങനെ വിചാരിച്ചു കൊണ്ട. നിങ്ങളെ പൂർവികന്മാരെയും ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്, നിങ്ങളെയും ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലയഅലമന്നല്ലാഹുല്ലദീന കഫറു കദ്ദബു വലയഅലമന്നല്ലാഹു സദഖു വലയഅലമന്നൽ കാദിബീൻ. കളവ് പറയുന്നവരാരാണ്, സത്യം പറയുന്നവരാരാണ്? ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണെന്ന് പ്രവർത്തിച്ച് സത്യം തെളിയിക്കുന്നവൻ ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവനാണെന്നും പറഞ്ഞ് ഷഹാദത്തിന് എതിര് പ്രവർത്തിക്കുന്നവനാണ്. ഇത് അള്ളാഹു അറിയുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് ബദറിൽ നാം കണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുധമില്ലാതെ പറഞ്ഞു വിട്ടത്?
ഇവിടെ നേരെ ചൊവ്വ ഇവരുടെ ഭാഷ അനുസരിച്ച് പറഞ്ഞാൽ അഷ്റഫുൽ ഖൽക്കിനെ അല്ലാഹു തആല പറ്റിക്കുകയായിരുന്നോ, വഞ്ചിക്കുകയായിരുന്നോ? അല്ലാഹു തആല ധൈര്യമുണ്ടോ പറയാൻ? അല്ലാഹു ഭാവി അറിയുന്നവനല്ലേ? അബൂജഹൽ എന്താ ചെയ്യുന്ന നേരത്തെ കാലത്തെ അള്ളാഹ്ക്ക് അറിയില്ലേ? അബൂ സുഫിയാൻ എന്താ ചെയ്യുന്ന അള്ളാഹ്ക്ക് നേരത്തെ കാലത്തെ അറിയില്ലേ? ആ അറിവ് വെച്ചിട്ട് ആയുധം കൂടി കരുതിക്കൊള്ളൂ എന്ന് റസൂലുള്ളാഹി തങ്ങളോട് പറയാമായിരുന്നില്ലേ? എന്തേ അല്ലാഹു തആല പറഞ്ഞില്ല? ആയുധമില്ലാതെയല്ലേ പുറപ്പെട്ടത്? ആകെ 2 കുതിരകളും 7 ഒട്ടകവുമല്ലേ ഉള്ളൂ. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ പിടിക്കാൻ വന്നിട്ടല്ലേ അല്ലാഹു തആല പുറപ്പെടുവിച്ചത്? വഴിയിൽ വെച്ചാണ് കാര്യം ആകെ മാറുന്നത്. അബൂ സുഫിയാൻ ചെങ്കടൽ വഴി ജിദ്ദ വഴി മക്കയിലേക്ക് തിരിച്ചു. അബൂജഹലിന്റെ സൈന്യം മക്കയിൽ നിന്ന് ബദറിലേക്കും തിരിച്ചു. അബൂ സുഫിയാൻ അറിയിച്ചു, ഇനി ആരും വരണ്ട, ഞാൻ രക്ഷപ്പെട്ടു എന്ന്. അബൂജഹൽ പറഞ്ഞു, നീ രക്ഷപ്പെടലല്ല, ഞങ്ങൾക്ക് ലക്ഷ്യം മുഹമ്മദിനെ തകർക്കലാണ്, അതുകൊണ്ട് ഞങ്ങൾ പുറപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെയല്ലേ അബൂജഹലിന്റെ പാർട്ടി ബദറിലെത്തുന്നത്? വഴിയിൽ വെച്ച അഷ്റഫുൽ ഖൽക്കിനോട് അല്ലാഹു തആല പറഞ്ഞു, വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫത്തൈനി അന്നഹാ ലക്കും വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകതി തകൂനു ലക്കും. ഓ മുഹമ്മദ് നബി, രണ്ടിലേതെങ്കിലും ഒരു സംഘം നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്നു. ഒന്നിക്കൽ അബൂ സുഫിയാന്റെ കച്ചവട സംഘം, അല്ലെങ്കിൽ അബൂജഹലിന്റെ സൈനിക ശേഷി. രണ്ടിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഞാൻ ഓഫർ ചെയ്യുന്നു. വഇദ് യഇദുകുമുല്ലാഹു ഇഹ്ദ ത്വായിഫത്തൈനി അന്നഹാ ലക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിചാരിച്ചത് അബൂ സുഫിയാന്റെ കച്ചവട സംഘം കയ്യിൽ ഒതുങ്ങും. അല്ലാഹു തആല അബൂ സുഫിയാന്റെ കച്ചവട സംഘവും സമ്പത്തും എല്ലാം നമുക്ക് മക്കത്ത് നഷ്ടപ്പെട്ടിരിക്കുന്നതെല്ലാം വീണ്ടെടുക്കാൻ അവസരം തരും. സഹാബാക്കളും അങ്ങനെ തന്നെയാണ് കരുതിയത്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചാണ് ചെയ്തത്. അബൂ സുഫിയാന്റെ കച്ചവട സംഘം രക്ഷപ്പെട്ടു, അബൂജഹലിന്റെ സംഘം വരുന്നു. എപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അറിഞ്ഞു അബൂ സുഫിയാൻ രക്ഷപ്പെട്ടു എന്ന്? ഖുർആന്റെ ആയത്തനുസരിച്ച് അബൂ സുഫിയാൻ രക്ഷപ്പെട്ട അവസ്ഥക്ക് ഇനി മുഹമ്മദ് നബി നേരിടേണ്ടി വരിക അബൂജഹലിന്റെ സൈന്യത്തോടാണ്. കുടുങ്ങിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ യോഗം വിളിച്ചു. 300 ചില്ലറ ആൾക്കാരുണ്ട്. 240ഓളം മുഹാജിരീങ്ങൾ, ബാക്കിയുള്ളവർ അൻസാരികൾ, അവരെല്ലാം വിളിച്ചുകൂട്ടി അർജന്റ് എമർജൻസി യോഗം കൂടി. ആ യോഗത്തിൽ ചർച്ച വന്നു. ഇവിടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളെ അല്ലാഹു അറിയിക്കുകയാണ്, അബൂ സുഫിയാന്റെ കച്ചവടം പോയി, ഇനി അബൂജഹലിനെ നേരിടണം. മുഹമ്മദ് നബി തയ്യാറുണ്ടോ? ഉണ്ടല്ലാഹുവേ, ഈ മുഹമ്മദ് തയ്യാറാണ്. സമീന വഅതൈന, നീ പറയുക, ഞാൻ പ്രവർത്തിക്കുക. അഷ്റഫുൽ ഖൽക്ക് 100 മാർക്കോടെ ജയിച്ചു. അടുത്തത് സഹാബാക്കളെയാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. അഷ്റഫുൽ ഖൽക്ക് സഹാബാക്കളെ മശൂറ കൂടി. ശൂറയിൽ അഷ്റഫുൽ ഖൽക്ക് വിഷയം ഇട്ടു, നമ്മളോട് അല്ലാഹു തആല 2 വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഒന്നിക്കൽ അബൂ സുഫിയാന്റെ കച്ചവട സംഘം, അല്ലെങ്കിൽ അബൂജഹലിന്റെ പട്ടാളം. അബൂ സുഫിയാന്റെ കച്ചവടം രക്ഷപ്പെട്ടു എന്നാണ് അറിഞ്ഞത്. അബൂജഹലിന്റെ പട്ടാളം വരുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. നമ്മൾ മദീനത്തേക്ക് മടങ്ങിപ്പോയാൽ അബൂജഹലും പാർട്ടിയും മദീനയിൽ വരും, നമ്മളെ പെണ്ണുങ്ങളെയും കുട്ടികളെയും കടിച്ച് കീറും. എന്താ ചെയ്യേണ്ടത് നിങ്ങൾ പറ. സഹാബാക്കളോട് ശൂറ ചെയ്തു റസൂലുള്ളാഹി തങ്ങൾ. അതെ, അല്ലാഹു തആല സഹാബാക്കളെ ഷഹാദത്ത് പരിശോധിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊടുത്ത കരാറ് തീവ്രമായി കയറത്തോടെ നിലനിൽക്കുമോ, അതോ ബലഹീനതയിൽ പാളിപ്പോകുമോ? ഇതാണ് അല്ലാഹു അറിയേണ്ടത്. അല്ലാഹു അക്ബർ. വല യഅലമന്ന അല്ലാഹു അല്ലദീന സദഖു വല യഅലമന്നൽ കാദിബീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷയം ഇട്ടുകൊടുത്തു. സഹാബാക്കളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം അബൂജഹലുമായിട്ടുള്ള ഏറ്റുമുട്ടലിനെതിരായിരുന്നു. വേണ്ട നബിയെ, നമുക്ക് പോകാം, നമ്മൾക്ക് ആയുധമൊന്നുമില്ലല്ലോ, നമ്മൾ വന്നത് അബൂ സുഫിയാന്റെ കാര്യത്തിലല്ലേ എന്ന് പറഞ്ഞിട്ട് ഞഞ്ഞാമുഞ്ഞ ന്യായം പറയാൻ തുടങ്ങി. ഞഞ്ഞാമുഞ്ഞ അന്നേ ഉണ്ട് കൂട്ടരെ, ഇന്ന് മാത്രമല്ല. അതുകൊണ്ട് നമ്മളതൊന്നും നമുക്ക് സംഗതി നടക്കൂല. നമ്മൾ നേരെ സഞ്ചരിച്ചോളൂ. യമീനം വലാ ശിമാല, ഇടത്തോട്ടും വലത്തോട്ടൊന്നും നോക്കണ്ട. ഈ ഞഞ്ഞാമുഞ്ഞ ഇന്ന് തുടങ്ങിയതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ കുത്താനും പിച്ചാനൊക്കാനും അന്നേ ഉള്ളതാ. റസൂലുള്ളാഹി തങ്ങൾ ഈ അഭിപ്രായം കേട്ടപ്പോൾ അവിടുത്തെ മുഖം ഇരുണ്ടു, അവിടുത്തെ സന്തോഷം പോയി. അല്ലാഹു തആല പറഞ്ഞു, വതവദ്ദൂന അന്ന ഗൈറ ദാത്തി ശൗകതി അന്നഹ തകൂനു ലക്കും. ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കൈനനയാതെ മീൻ പിടിക്കാം എന്ന് കരുതിയ കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ. അല്ലാഹു തആല അങ്ങനെ പറഞ്ഞത്, അന്ന ഗൈറ ദാത്തി ശൗകത്തി, ഒന്നും കൈനനയാണ്ട് മീൻ പിടിക്കാൻ വയ്യ. അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിൽ കിട്ടിയാൽ കുറെ സ്വത്ത് കിട്ടും, കുറെ പൈസ കിട്ടും. അന്നേ ഉണ്ട് ഈ പൈസയും അധികാരമൊക്കെ. ചില്ലറ എന്നല്ല വിഷയം, ഭയങ്കരമായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണിത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങൾ ഉഹുദ് പോലെ കണ്ടിട്ട്, ഞാനടക്കം ഉഹുദ് പോലെ കണ്ടിട്ട് നമ്മൾ പൊട്ടിത്തെറിക്കാൻ നിൽക്കും. ഒന്നും വേണ്ട, തീരുമാനിക്കുന്നവൻ തീരുമാനിക്കട്ടെ. നമ്മളോട് കൽപ്പിക്കപ്പെട്ട റൂട്ടിലൂടെ ശാന്തമായി നമുക്ക് മുന്നോട്ട് സഞ്ചരിക്കാം ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിഷയത്തിൽ അവരുടെ തീരുമാനത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അഷ്റഫുൽ ഖൽക്കിന് പ്രയാസം വന്നിട്ടുണ്ട്.
അപ്പോഴാണ് മിഖ്ദാദ് ബിനുൽ അസ്വദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുന്നത്, യാ റസൂലല്ലാഹ്, നിങ്ങൾ ആരോടാണ് ഈ ചോദിക്കാൻ നിൽക്കുന്നത്? അങ്ങ് പറ, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷഹാദത്ത് കൊടുത്തവരാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിക്ക് ഷഹാദത്ത് കൊടുത്തവരാണ്. അങ്ങ് പറ, അല്ലാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ അങ്ങേ അനുസരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, ധൈര്യമായിട്ട് പറ, എന്താ വേണ്ടത്? ഞങ്ങൾ റെഡി. റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്നു, ഞങ്ങൾ റെഡി. റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് വന്നു, നമ്മളും റെഡി. പറ നബിയെ, എന്താ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി തങ്ങൾ വല്ലാണ്ടങ്ങ് സന്തോഷിച്ചു. ആ സന്ദർഭത്തിലാണ് സഅദ് ബിൻ മുആദ്, ഖസ്റജി ഗോത്രക്കാരനാണ്, സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റിട്ട് പറഞ്ഞത്, അൻസാരി നേതാവാണ്, തങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ സംശയിച്ചോ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു ബൈത്തുൽ മുഖദ്ദസിൽ പ്രവേശിക്കാൻ, അവിടെയുള്ള ദുർമാർഗികളായ ഭരണാധികാരികളെ പുറത്താക്കാൻ. അന്ന് ഇസ്രായേലി മുസ്ലിമീങ്ങൾ മൂസ നബിയോട് പറഞ്ഞത്, ഇദ്ഹബ് അൻത വറബ്ബുക ഫഖാതില ഫഇന്നാ ഹുനാ ഖായിദൂൻ. ഓ മൂസ, നീയും നിന്റെ റബ്ബും കൂടി യുദ്ധം ചെയ്തിട്ട് എല്ലാം കൂടി നേരെ ചൊവ്വയാക്കിത്ത, നമ്മെല്ലാം അങ്ങോട്ട് വന്നോളാം, പേരെ അങ്ങോട്ട് ഇരിക്കാം. ചരിത്രം അറിയാമല്ലോ, അങ്ങനെ തന്നെ ഉണ്ടാവും. ദുനിയാവിൽ ഇപ്പോഴും അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. നിങ്ങളൊന്നും മെനക്കെടല്ല, ശരിയായിട്ടാവും പ്രസിഡന്റ് സെക്രട്ടറി ആവാൻ ഞാൻ വന്നോളാം. അങ്ങനെയുണ്ട് ദുനിയാവിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ്, സഅദ് ബിൻ മുആദ് പറഞ്ഞു, അതേപോലെ ഞങ്ങൾ പറയുമെന്നാണോ നിങ്ങൾക്ക് തോന്നിയത് റസൂലുള്ളാഹ്? പറ, മുന്നോട്ട് നടക്കാൻ സമുദ്രത്തിലേക്കാണെങ്കിൽ ഞങ്ങൾ തയ്യാറാണ്, നിൽക്കുമെന്ന് പറഞ്ഞാലേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. മലയുടെ മുകളിലേക്ക് കയറണോ? ഞങ്ങൾ റെഡിയാണ്, നിൽക്കൂ എന്ന് പറഞ്ഞാലേ ഞങ്ങൾ നിൽക്കുകയുള്ളൂ. ധൈര്യമായിട്ട് പറ നബിയെ. അഷ്റഫുൽ ഭയങ്കരമായ സന്തോഷമായി. സഹാബാക്കളും 100 മാർക്കോടെ വിജയിച്ചു, ഷഹാദത്തിൽ വിജയിച്ചു. അള്ളാഹുവിൻ്റെ ദർബാറിൽ സർട്ടിഫിക്കറ്റ് എത്തി. അള്ളാഹു തീരുമാനം എടുക്കുന്നു, ഇനി നിങ്ങൾ യുദ്ധം ചെയ്യേണ്ട, എൻ്റെ ആൾ വരുന്നുണ്ട്. മലക്കുകൾ ഇറക്കിയില്ലേ അള്ളാഹു തആല? ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികത്തി മുർദിഫീൻ. ഓ മുഹമ്മദ് നബി, നിങ്ങൾ എന്നോട് സഹായത്തിന് ചോദിച്ചിട്ടില്ലേ? അന്ന് നിങ്ങൾ എന്നെ സഹായിക്കാൻ എന്നോടല്ലേ പറഞ്ഞത്? ഞാൻ നിങ്ങൾക്ക് 1000ഓളം മലക്കുകളെ ആ പ്രസന്റിൽ തന്നെ അയച്ചു തന്നില്ലേ? ഇച്ചിരി കഴിഞ്ഞപ്പോ പിന്നെ 2000 വേറെ അയച്ചില്ലേ? അത് കഴിഞ്ഞിട്ട് 3000 വേറെ അയച്ചില്ലേ? ഓ നബിയെ, നിങ്ങളെ ഞാൻ പാഴാക്കി കളഞ്ഞോ? എന്തിനാ ടെസ്റ്റ് അടിക്കുന്നത്? എന്റെ പട്ടാളം റെഡിയല്ലേ? നിങ്ങൾ ഷഹാദത്ത് കൃത്യമായി പാലിച്ചാൽ മതി. അവിടെയാണ് ബദരീങ്ങളുടെ വിജയം. ഇതേ ബദരീങ്ങളാണ് ഉഹദിലെത്തുന്നത്. എന്താ സംഭവിച്ചത് നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് അറിയാം. ഉഹദും ഇതേപോലെ പരിശോധിക്കാനാണ്. ബദറിൽ 100 മാർക്കോടെ 2 പേപ്പറിലും ജയിച്ചു. ഉഹദിൽ ബദരീങ്ങളടക്കം 1 പേപ്പറിൽ ജയിച്ചു, സെക്കൻഡ് പേപ്പറിൽ പൊട്ടി. അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു നല്ല കട്ടിയുള്ള ഈമാൻ, ഷഹാദത്തിനെ പൂർണ്ണമായി പിന്തുണച്ച് ജീവിതം അതിന് വേണ്ടി സമർപ്പിക്കാൻ എന്താണോ വേണ്ടത്, മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ച് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. യാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇബാദല്ലാഹ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ അവസാനത്തെ 10ലേക്ക് കടക്കുകയാണ്. അവസാനത്തെ 10 നിർണായകമാണ്. അവസാനത്തെ 10 വേണം നാം നമ്മുടെ യോഗ്യത അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കാൻ. 2 കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഒന്ന് ഇത്താഅത്തിൻ്റെ അടിമകൾ, മറ്റൊന്ന് ഇത്തിബാഇൻ്റെ അടിമകൾ. ഇത്താഅത്ത് എന്നത് അനുസരണമാണ്, ഇത്തിബാ എന്നത് അനുകരണമാണ്. ഇത്താഅത്ത് അനുസരണം നിയമങ്ങളെയാണ്, ഇത്തിബാ അനുകരണം റസൂലുള്ളാഹി തങ്ങളെയാണ്. അവസാനത്തെ 10 എന്താണ് റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത് എന്ന് നമുക്ക് നോക്കാം. ഇജ്തഹിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അശ്രിൽ അവാഖിരി മിൻ റമളാൻ കമാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. അവസാനത്തെ 10 ആയാൽ അഷ്റഫുൽ ഖൽഖ് വല്ലാണ്ടങ്ങ് പാടുപെടും, വല്ലാണ്ടങ്ങ് പരിശ്രമിക്കും, മറ്റ് സമയങ്ങളിൽ ഒന്നും പരിശ്രമിക്കാത്തത്ര. അപ്പൊ അവസാനത്തെ 10 അഷ്റഫുൽ ഖൽഖ് ഇബാദത്തിൽ പാടുപെടുന്ന രീതിയെ പറ്റിയാണ് ആയിഷത്തു സിദ്ദീഖ വ്യക്തമാക്കുന്നത്. വേറൊരു ഹദീസ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, റസൂൽ ആയിഷത്തു സിദ്ദീഖ സഹബാക്കളിൽ നിന്ന് റിപ്പോർട്ട്,
ഇതാക്കാന അശ്റുൽ അവാഖിരി മിൻ റമളാൻ, റമളാൻ മാസത്തിന്റെ അവസാനത്തിൽ പത്തിലായാൽ അഹിയൽ ലൈല, ഒരു മിനിറ്റ് റസൂലുള്ളാഹി തങ്ങൾ ഉറങ്ങുമായിരുന്നില്ല. അഹിയൽ ലൈല, രാത്രി മുഴുവനും ഹയാത്താക്കും. വശദ്ദൽ മിഇസർ, അരമുറുക്കി കൊടുക്കും. ഭാര്യമാരെ സമീപിക്കൂല. അരമുറുക്കി ഉടുക്കുന്നതിന് മറ്റുള്ള ഉലമാക്കൾ, ചില ഉലമാക്കൾ പറഞ്ഞത് നമ്മൾ അരമുറുക്കി ഉടുത്തിട്ടങ്ങ് ഇറങ്ങി എന്ന് പറയുന്നില്ലേ, അതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച വാക്കാണ്. അത്രമാത്രം ഇബാദത്തുകളെ കൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ വീർപ്പ് മുട്ടും. വഅയ്ഖല അഹ്ല, അവസാനത്തെ പത്തിൽ പ്രത്യേകം ഐഖല അഹ്ല, കുടുംബത്തെയൊക്കെ വിളിച്ചെടുപ്പിക്കും. ഫാത്തിമ മോളെ എഴുന്നേൽക്ക്, മോളെ ഹസൻ ഹുസൈൻ മക്കളെ എഴുന്നേൽക്ക്, നമ്മൾ ഉറങ്ങേണ്ട സമയമല്ല, കിടക്കാൻ പറ്റുകയില്ല, ദാ അള്ളാഹ് വരുന്നുണ്ട്, അള്ളാഹു ഒന്നാം ആകാശത്തിൽ വരുന്നുണ്ട്, നാം ഉറങ്ങിക്കൂടാ. അതേ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, യൻസിലുല്ലാഹു തബാറക വ തആല, അല്ലാഹു തആല ഇറങ്ങുന്നു ഇലസ്സമായി ദുനിയ, ഒന്നാം ആകാശത്തിലേക്ക്. ബഅദ സുലുസൈൽ ലൈൽ, രാത്രിയുടെ 2 ഭാഗം കഴിഞ്ഞാൽ. ഫി കുല്ലി ലൈല, എല്ലാ രാത്രിയിലും രാത്രി 2 ഭാഗം. ഇപ്പോഴത്തെ അവസ്ഥയാണെങ്കിൽ രാത്രി 12 മണിക്കൂർ കൂട്ടിയാൽ അതിൽ 3 ഓഹരി വെക്കുക. അപ്പം 4 മണിക്കൂറാണ് ഓരോ ഓഹരിക്ക് ഉണ്ടാകുക. 8 മണിക്കൂറായി 2 ഓഹരിക്ക്. അപ്പം മഗ്രിബിന് ശേഷം 8 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നാം ആകാശത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വരും. എന്നിട്ട് അല്ലാഹു തആല വിളിച്ചു ചോദിക്കും, അലാ മുസ്തഗ്ഫിരിൻ, ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാരും ഇല്ലേ, എല്ലാവരും ഉറങ്ങാണോ? ഫഅഗ്ഫിറു ലഹു, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാനായിട്ട് വന്നിരിക്കുകയാണ്. അലാ മുസ്തർസിഖിൻ ഫഅർസുഖുഹു, ആവശ്യക്കാരും ഇല്ലേ, എല്ലാവരും കിടന്നുറങ്ങുകയാണോ? നിങ്ങൾ ആവശ്യം തീർക്കാൻ വേണ്ടി ഞാൻ വന്നിരിക്കുകയാണ്. അലാ മുസ്തആഫിൻ ഫആഫി, ആ സൗഖ്യം ചോദിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരും ഇല്ലേ, നിങ്ങൾക്ക് സൗഖ്യം തരാൻ ഞാൻ തയ്യാറാണ്. ആകാശത്തിൽ നിന്ന് അല്ലാഹു തആല വിളിച്ചു പറയുമെന്ന്. അപ്പം 8 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 6:45 ഇപ്പം മഗ്രിബ്, 7:45, 8:45, 9:45, 10:45, 11:45, 12:45, 13, 1:45, 2:45. അപ്പോൾ 2:45 ആകുമ്പോഴേക്കും നാം റെഡി ആയിരിക്കണം, വീട്ടിലായാലും ശരി പള്ളിയിലായാലും ശരി. എന്നിട്ട് എന്ത് ചെയ്യണം? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. മുഅ്മിനീങ്ങൾ എന്ത് ചെയ്യും? തതജാഫാ ജുനൂബുഹും അനിൽ മളാജി, അവർ ഉറക്കായിരുന്നു, ഇശാ നിസ്കരിച്ചിട്ട് കിടന്നതാ, നല്ല ഉറക്ക. തതജാഫാ ജുനൂബുഹും, പെട്ടെന്നാണ് ഉറക്ക് ഞെട്ടിയത്, സമയമായി 2 മണിയായി. ഓ അല്ലാഹ്, ഒന്നാം ആകാശത്തിൽ വരുന്ന സമയം, ഹബീബായ മുത്ത് ഉറക്കൊഴിച്ചിട്ട് കാത്തിരുന്ന സമയം, ഹബീബായ മുത്ത് മക്കളെയും സഹബാക്കളെയൊക്കെ വിളിച്ചെടുപ്പിച്ചിട്ട് രാത്രി ഹയാത്താക്കിയ സമയം, ദാ ഞാൻ ഉറങ്ങിക്കൂടാ. പെട്ടെന്ന് ജുനൂബുഹും അൽ മലാജ്, മലാജിന്റെ കിടപ്പ്, വിരിപ്പിൽ നിന്ന് ശരീരത്തെ അവർ അടർത്തിയെടുക്കും. ഖുർആൻ വിരിപ്പിൽ നിന്ന് ശരീരത്തെ അടർത്തിയെടുക്കും. അപ്പോൾ ഉറക്കിൻ്റെ ആഘാതത ആലോചിക്കാമല്ലോ. നിങ്ങൾ മഗ്രിബ് കഴിഞ്ഞവിടെ ഉറങ്ങലാ, മഗ്രിബ് കഴിഞ്ഞവിടെ ഉറങ്ങിയവിടെ ഇശാവാൻ കൊടുക്കുമ്പോൾ തന്നെ വിളിച്ചിട്ട് വാ, ജാർഖണ്ഡുകാരൻ ഏതായാലും 11 റക്കാത്ത് നിസ്കരിക്കും, 1/2 മണിക്കൂറുണ്ട്, ഇശാ നിസ്കരിച്ച 1/2 മണിക്കൂറുണ്ടല്ലേ. അത് ജുനൂബുൽ മലാജ്, അവരെ കൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്, ഒരിക്കലും അല്ല. അത് ഇത്താഴത്താ, നിയമത്തെ അനുസരിക്കല. ഇത് ഇത്തിബാണ്, അഷ്റഫുൽ ഫോളോ ചെയ്യലാണ്. ഇത്തിബായത്ത് അനുകരണമാണ്, മറ്റേത് ഇത്താഴത്ത് അനുസരണമാണ്. നാം അനുസരിക്കുന്നവർ മാത്രം പോരാ, നാം അനുകരിക്കുന്നവരായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിസ്കരിക്കാൻ അങ്ങ് കൈകെട്ടി. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുന്നു, 1-ാമത്തെ റക്അത്തിൽ അൽ ബഖറ സൂറത്ത് ഓതി റസൂലുള്ളാഹി തങ്ങൾ, ഞാൻ പിറകിലുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖ് അൽ ബഖറ ഓതി നിർത്തുന്ന ഞാൻ വിചാരിച്ചത്, ഉടൻ തന്നെ ആലി ഇമ്രാൻ തുടങ്ങി. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയാൻ, ആലി ഇമ്രാൻ കഴിഞ്ഞു നിർത്തുന്ന ഞാൻ വിചാരിച്ചത്. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുന്നുണ്ട് ഹദീസിൽ, വേണ്ടാത്ത ചില ചിന്തകളൊക്കെ എനിക്കുണ്ടായി. എന്താണ്? കൈയിളക്കിയിട്ട് പോക്ക് പറയുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് പറയുന്നു, ഇനി എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ കൈയിളക്കി പോയാലോ എന്ന് ആലോചിച്ചു. പക്ഷെ റസൂലുള്ളാഹിന്റെ പിറകിൽ നിന്ന് എങ്ങനെ പോകും? അങ്ങനെയാണ് റസൂലുള്ളാഹി തങ്ങളുടെ കാലിന് നീര് വന്നത്. ഇശാവ് നിൽക്കിച്ച് 2 റക്അത്ത് സുന്നത്തും നിൽക്കി താർക്കണ്ട് കണ്ട വക 11 റക്അത്ത് 1/2 മണിക്കൂർ കൊണ്ട് കലവലയാക്കിയിട്ട് നീര് വരാൻ. അതെന്ത് നീരാണ്? വല്ലാത്ത നീരാണുള്ളത്. 1/2 മണിക്കൂർ കൊണ്ട് കാലിന് നീര് വരുന്നത് വല്ലാത്ത നീരാണുള്ളത്. അതെന്ത് നീരാ? കുതിരത്തിന്റെ നീര്. ആയിഷത്തു സിദ്ദീഖ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങളെ സംബന്ധിച്ച് ഹബീബിന്റെ കാലിൽ നീര് വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹു തആല ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, മുൻപിൻ പാപങ്ങളൊക്കെ പുറത്തു തന്ന നബിയെ, എന്തിനാണ് ഇങ്ങനെ പാടുപെടുന്നത്? നിങ്ങൾക്ക് കുറച്ചുകൂടെ. അഷ്റഫുൽ ഖൽഖായ ഹബീബായ മുത്തായ പൂവായ റസൂലുള്ളാഹി ആയിഷയോട് പറഞ്ഞത്, ആയിഷ അഫലാ അകൂന അബ്ദൻ ശക്കൂറ, എൻ്റെ അല്ലാഹ് ഇത്രയും വലിയ ഉയർന്ന ദർജയിൽ എന്നെ എത്തിച്ചില്ലേ, ഒരു നന്ദിയുള്ളവനാവണ്ടേ ആയിഷ ഞാൻ. അങ്ങനെയെങ്കിലും നന്ദി എനിക്ക് രേഖപ്പെടുത്താൻ പറ്റിയെങ്കിൽ. അതാണ് ഇത്തിബാ. ഇനി കൂടുതലൊന്നും തെളിവൊന്നും വേണ്ട, മെനക്കെട്ടോളി. നിനക്ക് ഒന്നിക്ക് ഇത്തിബാ, ഇത്താഴത്ത് അല്ലെങ്കിൽ ഇത്തിബാ. ഇത്താഴത്ത് ആവശ്യമുള്ളവർ നിസ്കരിച്ചോളി,
4 റക്അത്ത് ഇശ, 2 റക്അത്ത് സുന്നത്ത്, പിന്നെ 11 റക്അത്ത് ജാർഖണ്ഡുകാരൻ്റെ വക സല്ലല്ലാ പോയിട്ട് കിടന്നുറങ്ങിക്കോളെ. ഇത്തായത്ത് പൂർത്തിയായി. ഫുള്ള് കൂലിയും കിട്ടി. അതൊന്നും യാതൊരു സംശയമില്ല. ഫുള്ള് കൂലിയും കിട്ടി. പക്ഷെ ഹബീബായ മുത്തോടൊപ്പം ചേരണം. ഹബീബായ മുത്തിനെ ഓർമ്മ വരണം. അതേ ഉറക്കം ഒഴിഞ്ഞ് കാത്തിരിക്കണം. ഷുഗർ രോഗികളുണ്ടാവും, പ്രഷർ രോഗികളുണ്ടാവും. ഞാൻ സഹിക്കുമല്ല എൻ്റെ ഹബീബ് സഹിച്ച വഴിയിൽ. അവരെ പറ്റിയാണ് അല്ലാഹു തആല പറയുന്നത്, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅൻ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവർ വിരിപ്പിൽ നിന്ന് ശരീരത്തെ അടർത്തിയെടുത്ത് കൈയിട്ട് നിസ്കരിക്കാൻ തുടങ്ങും. അവർ അള്ളാഹുവിനെ ദിക്ർ ചെയ്യും. അള്ളാഹുവിൽ നൽകിയ സമ്പത്ത് അവർ ചെലവാക്കുകയും ചെയ്യും. അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, എന്താ അല്ലാഹു തആല പറഞ്ഞത്? വമിനൽ ലൈലി ഫസ്ജുദ് ലഹു വസബ്ബിഹു ലൈലൻ തവീലാ. അല്ലേ? എന്താ അർത്ഥം? വമിനൽ ലൈലി രാത്രി, വമിനൽ ലൈലി യസ്ജുദു ലഹു അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യണം, വസബ്ബിഹു തസ്ബീഹ് ചെയ്യണം, ലൈലൻ തവീല നീണ്ട രാത്രികൾ. അഷ്റഫുൽ ഖൽഖ് നിസ്കരിക്കാൻ തുടങ്ങും. നിസ്കരിച്ച് ഇപ്പൊന്നും തീരൂലാന്ന് തോന്നും. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറയും, യാ റസൂലല്ലാഹ് ബാങ്ക് കൊടുക്കാനായി. അപ്പോൾ അഷ്റഫുൽ ഖൽഖ് സഹാബാക്കൾ പറഞ്ഞു, ഒരു 50 ആയത്ത് ഓതേണ്ട സമയം മാത്രം ബാക്കി വെച്ച് സലാം വിട്ടു. ഒരു 50 ആയത്ത് ഓതേണ്ട സമയം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ അത്തായം തിന്നിട്ട് പിന്നെ തങ്ങൾ പള്ളി പിന്നെ സുബഹിക്ക് വേണ്ടി വരുന്നു. എങ്ങനെയുണ്ട് ഇത്തിബാഗ്? കൊള്ളോ? ഇത്തായത്ത് വേണോ ഇത്തിബാഗ് വേണോ? തീരുമാനിച്ചു കൊള്ളുക. നാളെ ആഖിറത്തിൽ അല്ലാഹുവിൻ്റെ റസൂലിനെ കണ്ടുമുട്ടുന്ന ദിവസം പ്രതീക്ഷിച്ചു കൊള്ളുക. ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്. ഇതാണ് നാം അവസാനത്തെ റക്അത്തിൽ ഓതേണ്ടത് സുജൂദിൽ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ്. മടങ്ങിപ്പോകാത്ത, നഷ്ടപ്പെട്ടു പോകാത്ത ഈമാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹുവേ. ഡാമേജ് വരാത്ത ഈമാൻ നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലാഹുവേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ ലാ യർതദ് വനഈമൻ ലാ യൻഫദ്. നിന്നു പോകാത്ത അനുഗ്രഹങ്ങൾ, സ്റ്റോപ്പ് ചെയ്തു പോകാത്ത അനുഗ്രഹങ്ങൾ. നീ പെട്ടെന്ന് ഞങ്ങൾ അനുഗ്രഹങ്ങൾ സ്റ്റോപ്പ് ചെയ്താൽ നമ്മൾ കുടുങ്ങിപ്പോകും അല്ലാഹുവേ. ആ അനുഗ്രഹങ്ങൾ എന്ത് കുറച്ചാലും ശരി കൂടുതലാലും ശരി അത് കണ്ടിന്യൂ ചെയ്യണേ അല്ലാഹുവേ. അതാണ് ദുആന്റെ മഅന. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വനഈമൻ ലാ യൻഫദ്. പിന്നെ പറഞ്ഞ ദുആ എന്താ അറിയോ? വമുറാഫഖത മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അലാ ജന്നത്തിൽ ഖുൽദ്. അല്ലാഹ്, ആ കാലാകാലം താമസിക്കുന്ന സ്വർഗത്തിൽ എൻ്റെ ഹബീബായ മുത്തിൻ്റെ അടുത്തൊരു സീറ്റ് എനിക്ക് തരണേ അല്ലാഹുവേ. അതാ ദുആ ചെയ്യാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് കിടന്നുറങ്ങിയിട്ട് യാ അല്ലാഹ് പറഞ്ഞാൽ നാടെത്തൂല, നിനക്കട്ടേ പറ്റൂ. അതിനാണ് അല്ലാഹു തആല റമദാൻ, അതിന് കാരുണ്യത്തിൻ്റെ റബ്ബായ അല്ലാഹ് റമദാൻ അവസാനത്തെ ഒരു 10 മുഴുവൻ നമുക്കത് ബാക്കി 365 ദിവസത്തിൽ 345 നിങ്ങൾ മിനിമം കൊണ്ട് തൃപ്തിപ്പെട്ടോ. അവസാനത്തെ ഈ 10 ഉണ്ടല്ലോ, അത് മിനിമം പോരാ, ക്ലൈമാക്സ് ആയിരിക്കണം. അള്ളാഹു എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ഇന്നു മുതൽ അങ്ങോട്ടുള്ള 10 രാത്രികൾ അതിനു വേണ്ടിയുള്ളതാവട്ടെ. അല്ലാഹ്, നിനക്ക് വേണ്ടി ഇഖ്ലാസോടെ മെനക്കെടുന്നവരെ നീ പാഴാക്കിയേക്കല്ലേ അല്ലാഹ്. ചെറിയത് ഉഹദ് മല പോലെ കബൂലാക്കണേ അല്ലാഹ്. അതേ അവസരത്തിൽ ഇങ്ങനെയൊക്കെ മതിയെന്ന് ചിന്തിക്കുന്നവരുടെ മനസ്സിൽ ഈ കാര്യത്തിലൊരു മതിപ്പ് നീ ഇട്ടുകൊടുക്കുകയും അവരെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യണേ അല്ലാഹുവേ. അലാ വ ഇന്നല്ലാഹ സുബ്ഹാനഹു വ തആല അമറനാ ബിസ്സലാത്തി അലാ നബിയിഹി അംറ ഫഖാല മുഖ്ബിറൻ വ ആമിറ ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ വഖാല അലൈഹി സ്വലാത്തു വസ്സലാം മൻ സല്ല അലയ്യ വാഹിദത്തൻ സല്ലല്ലാഹു ബിഹാ അലൈഹി അശ്റ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم إنك مجيب الدعوات وقاضي الحاجات. اللهم طيب ثرانا وثراهم واجعل الجنة مأوانا ومأواهم. اللهم ارحمنا وارحم والدينا رب ارحمهما كما ربياني صغيرا. اللهم عافنا وعاف مبتلانا ومبتلى المسلمين. اللهم اشفنا واشف مرضانا ومرضى المسلمين. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. يا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على خير خلقه محمد وآله وصحبه.